ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളം കൈവരിച്ച ചില നേട്ടങ്ങളുണ്ട്, പ്രത്യേകിച്ചും സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ. ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ഷേത്ര പ്രവേശന വിളംബരവും സവർണർ നടക്കുന്ന വഴിയിലൂടെ പിന്നോക്ക ദളിത് സമുദായങ്ങൾക്ക് നടക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുത്തതും പിന്നോക്ക ജാതിയിൽപ്പെട്ട ദളിത് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തതും മൂലക്കരം നിർത്തലാക്കിയതും ഒക്കെ തന്നെ നിരവധി സമരങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരും കനിഞ്ഞ് നൽകിയതല്ല. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ഒരു സാംസ്കാരിക നാട്ടിൽ അംഗീകരിക്കാനാവില്ല. ഇപ്പോഴിത് പറയാനുണ്ടായ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയാണ്. അവിടെ ചെന്നൈയിലെ കരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ശിവ ബ്രഹ്മേന്ദ്ര സമാധി ക്ഷേത്രത്തിൽ എച്ചിലയിൽ ഉരുളുന്ന ഒരു ചടങ്ങുണ്ട്. അത് എത്രയോ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ഈ എച്ചിലകൾ എന്ന് പറയുന്നത് അവിടെ ബ്രാഹ്മണർ ഊട് കഴിച്ചിട്ട് ശേഖിക്കുന്ന ഇല. ആ എച്ചിലകളിലാണ് ദാസ എന്ന് പേരുള്ള ഒരു സമുദായക്കാർ അവിടുത്തെ ചെരുപ്പ് കുത്തി അതുപോലുള്ള തൊഴിൽ ചെയ്ത് ഉപജീവനം നയിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ദാസ് എന്ന സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർ ആ എച്ചിലകളിൽ ഉരുളുന്ന ഒരു ചടങ്ങ് നിലനിൽക്കുന്നു. അതാണ് ചെന്നൈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. അത് മനുഷ്യന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്, മനുഷ്യന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് തുടരാനുള്ള അനുമതി കൊടുത്ത സിംഗിൾ ബെഞ്ചിന്റെ വിധിയെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിമർശിക്കുകയും അത് സ്റ്റേ ചെയ്തത്. ഇത്തരം ആചാരങ്ങളെ എല്ലാം തന്നെയും ഒരു നൂറ്റാണ്ടിന് മുമ്പ് അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഇല്ലാതാക്കിയതാണ്. ഗുരുവായൂർ സത്യാഗ്രഹമായാലും ശ്രീ കേളപ്പനും ശ്രീ ഇ വി രാമസ്വാമി നായ്ക്കർ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നടന്ന സത്യാഗ്രഹം. അവിടെ ദളിതർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ ഗുരുവായൂർ സത്യാഗ്രഹം. അതിന്റെ അവസാനം അതിന്റെ ഭാരമായി ദേവസ്വം ബോർഡിന് ആ ആവശ്യം അംഗീകരിക്കേണ്ടി വരികയും തുടർന്ന് ക്ഷേത്രപ്രവേശന വിളംബരമായി തന്നെ അത് പ്രഖ്യാപിക്കേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തന്നെ വീണ്ടും തിരിച്ച് ആ അനാചാരങ്ങളെ തിരിച്ച് വീണ്ടും കൊണ്ടുവരുന്നത് സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. യേശുദാസിന്റെ ഗാനം കേട്ടാണ് ഗുരുവായൂർ അപ്പൻ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ തന്നെയും ഗുരുവായൂരപ്പൻ ഉണരുന്നത്. ആ യേശുദാസിന് ഗുരുവായൂരിൽ പ്രവേശനമില്ല. അതുപോലുള്ള പല ക്ഷേത്രങ്ങളിലും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും ദളിത് വിഭാഗങ്ങൾക്ക് ക്ഷേത്ര ദർശനം നിഷേധിച്ചുകൊണ്ടുള്ള അപൂർവം ക്ഷേത്രങ്ങൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അതുപോലെ തന്നെ പാലക്കാട് തമിഴ്നാടിനോട് ചേർന്ന നിൽക്കുന്ന മേഖലകളിൽ ഇന്നും ആടുമാടുകളെ ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം
നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ചില ഫോട്ടോകൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കാര്യസിദ്ധിക്ക് സാധ്യത്തിന് വേണ്ടി, ദേവപ്രതിക്ക് വേണ്ടി നരബലി കൊടുത്തതും മനുഷ്യനെ ബലി കൊടുത്തതും കേരളത്തിലാണ്, കേരളത്തിലെ പത്തനംതിട്ടയിലാണ്. അപ്പോൾ കേരളം എത്രത്തോളം പുരോഗമനപരമായ പാതയിലൂടെ ബഹുദൂരം മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും അതിനെല്ലാം കൂച്ചുവിലങ്ങിടുന്ന രീതിയിലുള്ള പിന്നോക്ക അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ചില നിലപാടുകൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ചെന്നൈയിൽ നടക്കുന്ന ഈ എച്ചിലയിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ആചാരങ്ങളെ കാണാൻ കഴിയും. കർണാടകത്തിലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നിലവിലുണ്ട്. എത്രയോ നാളായി ഗുരുവായൂരിലെ സവർണർക്കുള്ള ഊട്ടുപുരയിൽ മറ്റ് വിഭാഗക്കാർക്ക് ഉണ്ണാൻ പാടില്ല. കേരളത്തിലെ ദളിത് സംഘടനകൾ സംയുക്തമായി അതിനെതിരെ ഒരിക്കൽ മാർച്ച് നടത്തുകയുണ്ടായി. അന്ന് കേരളം ഭരിക്കുന്നത് ശ്രീ കെ കരുണാകരനായിരുന്നു. കരുണാകരൻ അന്ന് ചെയ്തത് ഗുരുവായൂരെത്തുകയും അദ്ദേഹം ആ സവർണർക്കുള്ള ഊട്ടുപുരയിൽ നിന്ന് മാറി മറ്റൊരു ഊട്ടുപുരയിൽ ദളിതരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഊണ് കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന കെ കരുണാകരൻ ഊണ് കഴിച്ചപ്പോൾ ദളിതരുടെ പ്രതിഷേധം എങ്ങോട്ട് പോയി എന്നറിയില്ല. ആ പ്രതിഷേധം അവിടെ വെച്ച് അസ്തമിച്ചു. അത്രയൊക്കെ ഉള്ളൂ ദളിതരുടെ പ്രതിഷേധം എന്ന് അന്ന് തെളിയിച്ചു. ഇത്തരം അനുഭവങ്ങൾ നിരവധി കേരളത്തിലുണ്ട്. ഇത്തരം അനാചാരങ്ങൾ ഇനിയും കേരളം വെച്ചുപുറപ്പിക്കുന്നത് നല്ലതിനല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രാധിപരുടെ പ്രതികരണം ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.